ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ രസകരമായുള്ളൊരു സംഭവം പറയണത്, ഇത് ആണുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പെണ്ണുങ്ങൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, ആണുങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ പറയാൻ പോണത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ കോളേജിൽ പഠിക്കുന്നതാണ്. അവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോഴും കമ്പിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വലിയ സ്വല്പം നീളത്തിലുള്ള സാധനത്തിനെക്കാണ്ട് പൊന്തി നിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പെയിൻ്റ് ഇട്ടാലോ ഷർട്ട് ഇട്ടാലോ അത് പുറത്തേക്ക് കാണും. കമ്പിയായിട്ട് നിൽക്കുക എന്നുള്ള ആൾക്കാർ കണ്ടാൽ തന്നെ തിരിച്ചറിയും. അങ്ങനെ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം കമ്പിയായി. ഇവൻ്റെ കുറ്റമല്ല, ഇവന് കമ്പിയായി കഴിഞ്ഞ് ഇപ്പം എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ എന്തുണ്ടെങ്കിൽ വല്ല സ്ത്രീകളെ കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പരിപാടി ചെയ്യാം, അല്ലെങ്കിൽ വന്നിട്ട് കൈപ്പണി ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളിൽ മൂപ്പര് ചാടുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഇപ്പോൾ കാലത്ത് ജോഗിങ്ങിന് പോയി കഴിഞ്ഞാൽ വളരെ ഡ്രസ്സ് കുറച്ചും അതുപോലെ തന്നെ ടൈറ്റ് പാൻറ്റും ഇവിടെ ബ്രസ്റ്റൊക്കെ ഇവിടെ കുമ്പളങ്ങയൊക്കെ പുറത്ത് നല്ല ടൈറ്റിലെടുത്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാർ കിടന്ന് ഓടണം. അപ്പോൾ ഇവന് കാണുമ്പോൾ പിന്നെ അപ്പം തന്നെ കമ്പിയായി. അപ്പോൾ കമ്പിയാകുമ്പോൾ ഇത് കമ്പിയായി നിൽക്കുന്നത് പെണ്ണുങ്ങൾക്ക് കണ്ടാൽ അറിയാം. പെണ്ണുങ്ങൾ നോക്കുമ്പോൾ ഇവൻ്റെ കമ്പിയായി നിൽക്കണം. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ചെയ്ത ബനിയാനെടുത്ത് നിലത്ത് വലിച്ചു വയ്ക്കും, എന്നിട്ടും കാര്യമില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ നോക്കിയപ്പോൾ അതിലിങ്ങനെ ഓടണ ഒരു പെണ്ണിനെ അവനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും ഇതുപോലെ ചിപ്പൻ വടി പോലെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആൾ പുലിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനോട് സംസാരിച്ചു. അല്ല, നിൻ്റെ വീട് എവിടെയാണ്? നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ പറഞ്ഞു എൻ്റെ സ്ഥലത്താണ്. അപ്പോൾ എന്താ നിനക്ക് എന്നെ കണ്ടപ്പോൾ എന്താ നീ എൻ്റെ പിന്നാലെ തന്നെയാണല്ലോ ഓടുന്നത്? അതെ, എന്താ എന്നെ കണ്ടപ്പോൾ നിനക്ക് എന്താ അത്രയും വലിയൊരു നിൻ്റെ ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ പറഞ്ഞു. അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെയുണ്ട് വരും, പക്ഷേ ചിലവരെ കാണുമ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളൊരു സ്ത്രീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പം ഇങ്ങനെയാവും. അപ്പോൾ അതിനൊരു വഴി നീ എന്താ ചെയ്യാറ്? ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ വല്ല കൈ പിടിക്കും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കിട്ടണവരെ പോയിട്ട് നമ്മൾ പരിപാടിയും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, കാറുണ്ട്, നമുക്ക് വീട്ടിൽ പോവാം, വീട്ടിൽ ആരുമില്ല എന്ന് പറയും. അങ്ങനെ കൊണ്ടുപോയി പെണ്ണ്. അതിൻ്റെ ഒരു ഭാഗ്യം. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി, അവിടെ ഭർത്താവില്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവർ കൊണ്ടുപോയി അവന് പാലും ബോൺവിറ്റിയും ഹോർലിക്സൊക്കെ കൊടുത്ത് അവരങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നന്നായി പരിപാടി ചെയ്ത് നിൽക്കണ നേരത്തുണ്ട് ഇവളുടെ ഭർത്താവ് കയറി വന്നുകൊണ്ട് ഇവരുടെ രണ്ടുപേരും വട്ടിച്ച് നിരപ്പാക്കും. ഇവനാച്ചിട്ടുണ്ടെങ്കിൽ ആ നേരത്ത് പാൻറ് എടുത്തിട്ട് കിട്ടണ്ട, അവൻ നൈക്കടായിട്ട് നിൽക്കുക, പാൻറ് എടുത്തിട്ട് കിട്ടണ്ട, ഷർട്ട് എടുത്ത് കിട്ടണ്ട, ഒന്നും കിട്ടണില്ല. ആകെ അവൻ്റെ കയ്യിൽ കിട്ടിയ ഷഡ്ഡി, ആ ഷഡ്ഡി എടുക്കാനല്ല, ആ ഷഡ്ഡി ഇട്ടിട്ട് മൂപ്പര് ഇവന് ഓട്ടിച്ചു നോക്കിയ. പിന്നെ മൂപ്പര് ഷഡ്ഡി ഇട്ടിട്ട് റോട്ടിക്കൂടെ ഓടി പോകും. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആകെ പ്രശ്നമായി അത്. എന്നിട്ട് കുറേ ഓടി കഴിയുമ്പോഴേക്കും അവനെ പോലീസ് പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു എൻ്റെ അച്ഛനോട് വരാൻ പറഞ്ഞു. എൻ്റെ അച്ഛനുള്ള അമ്മയില്ല. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അതേ ഇവൻ നഗ്നത പ്രദർശനം നടത്തിക്കൊണ്ട് ഇത്രയും വലിയ ടൗണിൽ കൂടെ അവൻ ഷഡ്ഡിയിട്ട് ഓടി എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് ഒരു പെണ്ണ് വിളിച്ചിട്ട് പോയതാണ്. അതിൻ്റെ ഭർത്താവ് വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഷഡ്ഡിയെ കിട്ടുള്ളൂ, അത് ഇട്ട് ഓടിയത്, അല്ലാണ്ട് ഞാൻ ഒരു നഗ്നത പ്രദർശനം കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല എന്ന് പറഞ്ഞു. അച്ഛനും വന്നിട്ട് പറഞ്ഞു, അതെ സാർ അത് അവൻ്റെ സ്വഭാവമാണത്, എന്തായാലും വിട്ടുകളയാന്ന് പറഞ്ഞു. പോലീസുകാർ കേസൊന്നും ചാർജില്ല, വേഗം കൊള്ളാൻ പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കരുത് എന്ന് പറഞ്ഞു. അത് പകലാണത്, അത് രാത്രിയൊക്കെ ആണെങ്കിലും പിന്നെയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കും. അതുപോലെ തന്നെ അച്ഛൻ ഇവനെ കൊണ്ട് തോറ്റു. കോളേജിൽ വിട്ടിട്ട് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ പറ്റി എല്ലാ സ്ത്രീകളും ചർച്ചന്, അവിടെ സ്റ്റുഡൻസ് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇവന് ഭയങ്കര ചർച്ചയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവനാച്ചിട്ടുണ്ടെങ്കിലും എല്ലാ പെണ്ണുങ്ങളും കൂടുമ്പോൾ പറയും, അവനാച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര സൂപ്പറാട്ടോ, എന്നെ കാണുമ്പോഴേക്ക് തന്നെ അവൻ്റെ അടിയിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അവനപ്പം തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവനെ കൊണ്ടൊന്ന് പരിപാടി ചെയ്യിക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണുങ്ങൾക്ക് ചെറിയ ആഗ്രഹങ്ങളുണ്ട് അവിടെ സ്റ്റുഡൻസിന് തന്നെ. അവരൊക്കെ അവനെ വിളിച്ചു കൊണ്ടുപോയി രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് കോളേജിൻ്റെ ബാക്കിൽ ഒരു കാർഡുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പരിപാടിയും ചെയ്യിക്കും. അപ്പോൾ അങ്ങനെ പ്രിൻസിപ്പൾ 2 പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നിട്ട് പിടിച്ചിട്ട് അവനെ വാണിംഗ് കൊടുത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ നിന്നെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നു പറഞ്ഞു. 2 പ്രാവശ്യം അച്ഛൻ വന്നിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ എഴുതി കൊടുത്തിട്ടാണ് വീണ്ടും ഇതായത്. അപ്പോൾ ഇതൊക്കെ ടീച്ചർമാരുടെ ഇടയിലും ഒരു ഭയങ്കര മാർക്കറ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആണുങ്ങൾക്കൊക്കെ ചാലം പൊന്താണ്ട് ഉള്ള കഷ്ടപ്പാടാണ്, ഇവന് ഏത് നേരം പൊന്തിയിട്ടുള്ള കഷ്ടപ്പാടാണ്. അപ്പോൾ ഇവന് തന്നെ ഒരു വിഷമമുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു രക്ഷയില്ലല്ലോ. അങ്ങനെ പൊന്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ചിലപ്പോൾ കിടന്നുറങ്ങണ നേരത്ത് പുലർച്ചെ ആകുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് ഈ സാധനം പൊന്തി വരുന്നുണ്ടല്ലോ. അതെന്താണ് പലർക്കും ഉണ്ടാവും, ചെറുപ്പക്കാർക്ക് കൂടുതലുണ്ടാവും. അപ്പോൾ അതെന്താണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവണം, അല്ലാണ്ട് ഇപ്പോൾ നമ്മളൊന്നും കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ കാര്യങ്ങളുണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അതേപോലെ തന്നെ ഇവന്
അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു ടീച്ചർ, ആ ടീച്ചർ ഇവൻ്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ഈ ടീച്ചറെ കാണുമ്പോൾ ഇവന് ഇത് പൊന്തണിട്ട് ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്താണ് ടീച്ചർ പറഞ്ഞു, നീ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ സ്റ്റാഫ് റൂമിൽ ഒന്ന് കാണിട്ടാന്ന് പറഞ്ഞു. മറ്റു പഞ്ച് ചെന്ന് കണ്ടു. നീ എല്ലാ പരീക്ഷയിലും വീക്കാണല്ലോ. ഞാൻ അപ്പോൾ പറഞ്ഞു, ഞാൻ ക്ലാസ് മുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ട്യൂഷൻ തരാം, നീ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ പോന്നോളാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, വരാൻ ടീച്ചറേ എന്ന് പറഞ്ഞു. ടീച്ചർ ട്യൂഷൻ തരാമെന്ന് പറഞ്ഞാൽ ഇവനൊന്ന് കാണാനും ഇവനെ കൊണ്ടൊന്ന് പരിപാടി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ എല്ലാം പറഞ്ഞത്. അങ്ങനെ അവൻ വീട്ടിൽ ചെന്നു, പരിപാടി ചെയ്തു. അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ടീച്ചറൊക്കെ വളരെ ക്ലിയറാക്കി കഴിഞ്ഞിട്ട് അവൻ പോന്നു. അപ്പോൾ ടീച്ചർക്ക് സന്തോഷമായി. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണല്ലോ അവൻ്റെ. അങ്ങനെ തന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഹെഡ് മാഷ് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടീനെ ബാത്റൂമിൽ പെണ്ണ് വിളിച്ചിട്ട് അവൻ പോയിട്ട് പരിപാടി ചെയ്യുന്ന സമയത്ത് ഹെഡ് മാഷ് വീണ്ടും പിടിച്ചു. സ്റ്റുഡൻസൊക്കെ കൊണ്ട് പിടിച്ചു. അപ്പോൾ ഈ കോളേജിൽ CCTV ഒക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മുടെ ഹെഡ് മാഷ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചിട്ട് അവനോട് കോളേജിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ അച്ഛൻ ചോദിച്ചു. ഇനി അച്ഛൻ വിചാരിച്ചു ഇനി ഇവനെ എന്ത് ചെയ്യും, ഇപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ ഇവനെ ഈ പെൺകുട്ടികളൊന്നും ഇല്ലാത്ത അവൻ്റെ ഒരു അമ്മാവൻ്റെ വീടുണ്ട്. അമ്മാവ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പെൺകുട്ടികളൊന്നും ഇല്ല അവിടെ, ഒക്കെ ആൺകുട്ടികളാണ്. അവിടെ വിടാമെന്ന് വെച്ചു. അങ്ങനെ അമ്മാവനോട് ചെന്ന് പറഞ്ഞു, ഇവനെ കൊണ്ട് ജീവിക്കാൻ പറ്റണ്ട, എന്നും കേസും തിക്കും തിരക്കും ബഹളമൊക്കെയാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ പെണ്ണുങ്ങൾ ഗർഭമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഇവനൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആക്കി കൊടുത്തു. ഇവനാച്ചെങ്കിൽ അവിടെ നോക്കിയിട്ട് പെണ്ണുങ്ങളൊന്നും കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ നല്ല നല്ല ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികളായിട്ടായി പരിപാടി. 4 ദിവസം കഴിഞ്ഞപ്പോൾ മാമൻ എൻ്റെ അച്ഛനെ വിളിച്ചു, അതേ ഇവൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുവെക്കോ, ഇവിടെ പെൺകുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൺകുട്ടികൾ ചെറുപ്പക്കാരുണ്ട്, അവരായിട്ടാണ് ഇപ്പോൾ എൻ്റെ പരിപാടി മുഴുവൻ നടക്കുന്നത്, അതുകൊണ്ട് അവന് വേഗം കൊണ്ടുവെക്കണം പറഞ്ഞു. അങ്ങനെ മാമൻ്റെ വീട്ടിൽ നിന്നും ഇവനെ നേരിട്ട് കൊണ്ടുവന്നു. എന്തായാലും അവനൊന്ന് ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു സെക്സോളജിസ്റ്റിനെ പോയിട്ട് കണ്ടു. ഡോക്ടർ ചോദിട്ട് എന്ന് പറഞ്ഞു, എന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഡോക്ടർ ചോദിച്ചു. അതിപ്പോൾ എന്താ, നീ എത്ര പ്രാവശ്യം ഒരു ദിവസം കൈപ്പണി ചെയ്യും? അതൊരു 10, 32, 35 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. നിനക്ക് ബോറടിക്കില്ലടാ? ബോറടിക്കുമ്പോൾ ഒന്നുകൂടി ചെയ്യും, അപ്പോൾ ബോറടി മാറും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവിടെ സിസ്റ്റർ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വേണ്ടിയേ രക്തം ഒന്ന് പരിശോധിക്കാം, എന്താ അതിൻ്റെ കുഴപ്പം നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ സിസ്റ്ററെ ഇവൻ്റെ രക്തം ഒന്ന് എടുത്തേ, അതിൻ്റെ പരിശോധിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് സിസ്റ്ററിൻ്റെ കൂടെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ സിസ്റ്ററിന് മനസ്സിലായി ഇവൻ ഭയങ്കര കമ്പിക്കാരനാണെന്ന്. അവിടെ ചെന്ന് സിസ്റ്റർ രക്തം എടുക്കാൻ നിൽക്കുന്നതോട് കൂടിയിട്ട് ഇവന് കമ്പിയായി. അങ്ങനെ സിസ്റ്ററായിട്ട് അവിടെ കിടന്നിട്ട് നല്ല പരിപാടി. ഇവിടെ കുറേ നേരം കഴിഞ്ഞിട്ടും ഇവനെ കാണാനില്ല. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ അവനൊന്ന് നോക്കട്ടെ. അവന് രക്തം എടുക്കാൻ പോയിട്ട് കുറേ നേരമായി. എന്നിട്ട് നോക്കിയപ്പോൾ ലാവിലെ നോക്കിയപ്പോൾ അവിടുത്തെ സിസ്റ്ററായിട്ട് മൂപ്പര് നല്ല പരിപാടിയാണ്. അച്ഛനെ കിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ ഇട്ടിട്ട് അവനെ അടിച്ച് നിരപ്പാക്കിയിട്ട് അവിടുത്തെ ചെവി പിടിച്ചിട്ട് കൊണ്ടുവന്നു. കണ്ട ഡോക്ടറെ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സിസ്റ്ററായിട്ടാണ് ഇപ്പോൾ അവിടെ പോയി നമ്മൾ പരിപാടി ചെയ്യുന്നത്. ഡോക്ടർ അത് കേട്ടപ്പോൾ ഞെട്ടി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ റിസൾട്ട് അങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇവന് സെക്സിൻ്റെ ഹോർമോൺ കൂടുതലാണ്, അത് നമുക്ക് കുറയ്ക്കണം. അത് കുറയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 21 ദിവസം ഒരു ഗുളിക കഴിക്കണം. ആ ഗുളിക കഴിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ആണെങ്കിലും കാണണ്ട പെണ്ണുങ്ങളെയും കാണണ്ട, ഏതെങ്കിലും വല്ല ഗുദാമിൽ കൊണ്ടിടുക, അതാണ് നടക്കുള്ളൂ. ഇനിയിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ, കൈപ്പണി തൊട്ട് കുഴപ്പമില്ല, വീണ്ടും പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് റിയാക്ഷൻ ഉണ്ടാവും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഗുളിക എഴുതി മേടിച്ച് ഇവനെ അച്ഛൻ തന്നെ റൂമിൽ കൊണ്ടുവന്ന് പൂട്ടി അവിടെ ഇട്ടു. ഈ 21 ദിവസം നിൻ്റെ ഭക്ഷണം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞാനങ്ങോട്ട് എത്തിച്ചു തരണ്ട്, നീ പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ഗുളിയും കൊടുത്തിങ്ങനെ ഇരുന്നു. ഇത് ഇരുന്നപ്പോൾ ഇണ്ട് നമ്മുടെ അച്ഛനില്ലാത്തൊരു ദിവസം അവിടെ ഡോക്ടർ ഓടിണ്ടായിരുന്ന ആ നേഴ്സ് ഉണ്ടല്ലോ, ആ നേഴ്സ് ഇവൻ്റെ വീട് അന്വേഷിച്ച് വന്നു. വീട് അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു ഇവനെ, അപ്പോൾ ഇവിടെ പൂട്ടിയിട്ട് വെക്കുക. അപ്പോൾ ജനലിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഡാ മോനെ, നീ ആ ഡോക്ടർ തരുന്ന ഗുളിക കഴിക്കണ്ട കേട്ടാ. ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിനക്കിപ്പോൾ ഈ പൊന്തണതും ഇത് പൊന്താണ്ടാവും. ഇത് പൊന്താൻ വേണ്ടി ആൾക്കാർ ആയിരങ്ങളും ലക്ഷങ്ങളും ചിലവാക്കണ കാലം നമ്മുടെ. നിൻ്റെ ഇത്തിരി ഇൻട്രസ്റ്റായിട്ട് നല്ല രീതിയിൽ പൊന്തി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു സാധനം നിൻ്റെ, അത് ഇല്ലാണ്ടാക്കാൻ നീ ചിന്തിക്കല്ലേ. നീ ഗുളിക കഴിക്കില്ല, എത്രയും പെട്ടെന്ന് നിർത്തിക്കോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തൊരു പോകാൻ വഴി, ഇതിനൊറ്റ പോകാൻ വഴിയുള്ളൂ. നീ ഇപ്പം തന്നെ എന്നെ ഒന്ന് പരിപാടി ചെയ്ത് തരിക. അപ്പം നിൻ്റെ ആ ഇതുവരെ ഗുളിക കഴിച്ചതിനുള്ള എഫക്റ്റ് അപ്പം പോയി, പിന്നെ നീ ഗുളിക തൊടും വേണ്ടെന്ന് പറഞ്ഞു.
അതിനിങ്ങനെ പൂട്ടി കിടക്കില്ല. അതൊക്കെ ഞാൻ തല്ലി പൊളിച്ചോളാം വന്നിട്ട് പെണ്ണ് വന്ന് കോടാലിക്ക് എടുത്തിട്ട് അതൊക്കെ തല്ലി പൊളിച്ച് ഉള്ളി കിടന്ന് പരിപാടി നടത്തി. ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ എന്തായി, ആ നേഴ്സ് പോലും കൂടിയിട്ട് നല്ല റൂമിൽ നല്ല പരിപാടി അത് കണ്ടോടുകൂടി അച്ഛൻ മനസ്സിലായി ഇവനെ നേരെയാക്കാൻ പറ്റില്ല, ഇവൻ്റെ വഴിക്ക് നടന്നോട്ടെ, എന്താ അച്ഛൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് മുതൽ അച്ഛൻ അവനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് കൂടിയാലും ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. ഇതൊരു നോർമലായി നിൽക്കണം നല്ലത്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.